ഈ കൺട്രിയുടെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് കഴിഞ്ഞ പാട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്റ്റുഡന്റ് വിസ വഴി ന്യൂസിലൻഡിൽ എത്തുകയാണ് PR കിട്ടാനുള്ള ഈസിയസ്റ്റ് വഴികളിൽ ഒന്ന്. ലെവൽ 7 ബാച്ചിലർ സ്റ്റുഡൻസ്, എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഒക്കെ, അതേപോലെ ലെവൽ 9 വരുന്ന മാസ്റ്റർ ഡിഗ്രി സ്റ്റുഡൻസ്, ഇവർക്കൊക്കെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈസി ആയിട്ട് ജോബ് ഓഫർ കിട്ടുന്നത് കാണാം. ഈ ജോബ് ഓഫർ വെച്ച് ഡിലേസ് ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ PR ഗ്രാൻഡ് ആവുന്നതും ന്യൂസിലൻഡിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇവിടെ ഇപ്പോഴും ബ്രിട്ടീഷ് മോഡൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിന് ഗ്ലോബൽ റെക്കഗ്നിഷൻ ഉണ്ട്. ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഹയർ സ്റ്റഡീസ് നടത്താനോ ജോലി ചെയ്യാനോ ഈ സർട്ടിഫിക്കറ്റ്സ് മതിയാവും. ന്യൂസിലൻഡിലെ 8 യൂണിവേഴ്സിറ്റികളും മുൻപ് നമ്മൾ പോളിടെക്നിക്സ് എന്ന് പറഞ്ഞിരുന്ന ടെപ്പുകെങ്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ന്യൂസിലൻഡ് ക്വാളിഫിക്കേഷൻ അതോറിറ്റിയുടെ സ്ട്രിക്റ്റ് മോണിറ്ററിംഗിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസുകൾ ഒന്നും വരില്ല. വീക്ക്ലി 25 hours വരെ പാർട്ട് ടൈം ലിമിറ്റും, അതേപോലെ ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും 3 വർഷം വരെ സ്റ്റേ ബാക്കും ന്യൂസിലൻഡ് അല്ലാതെ വേറൊരു കൺട്രിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്നെ അട്രാക്ട് ചെയ്ത 2 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ കംപ്ലീറ്റ് എക്സ്പെൻസിനും എഡ്യൂക്കേഷൻ ലോണിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും, 2 വിസ ഗ്രാൻഡ് ആയതിനു ശേഷം മാത്രം ട്യൂഷൻ ഫീസ് അടച്ചാൽ മതി എന്നുള്ളതുമാണ്.